പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും. പ്രധാനമന്ത്രി 140 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അതേ കാറ്റഗറിയിൽ പെടുന്ന വ്യക്തി തന്നെയാണ്. 140 കോടി ജനങ്ങളുടെയും പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ഒരു വേട്ടാവളിയൻ, ഒന്ന് ആലോചിച്ച് നോക്കണേ. അതും ഒരിക്കലും നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ നിന്നും ഒരിക്കലും കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു 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 അപ്രതീക്ഷിതമായ ഒരു വാക്ക്. അതായത് രാഹുൽ ഗാന്ധിക്ക് എതിരെ കൊലവിളി നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ വെടിയുണ്ട പായിക്കുമെന്ന് ഒരു വേട്ടാവളിയൻ ന്യൂസ് 18 ചാനലിൽ വന്നിരുന്ന് വളരെ ശക്തിയുക്തം അദ്ദേഹം ശക്തിയോടെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. അപ്പോൾ ആ ചാനൽ ചർച്ചയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിയായ വ്യക്തി അദ്ദേഹത്തെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ വിഷമം ഉണ്ടായ ഒരു വാക്കായിരുന്നു. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം അതിന് പ്രതികരിച്ചത്. ഒരു വൈകാരികമായ രീതിയിലാണ് അദ്ദേഹം അതിന് മറുപടി നൽകിയത്. നീ ആരാടാ എന്നാണ് ചോദിച്ചത്. ഒരു ചാനൽ ചർച്ചയിൽ ഒരിക്കൽ പോലും ഒരു മനുഷ്യനോട്, സഹപാനലിനോട് ഇരിക്കുന്ന വ്യക്തികൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. ഒരുപാട് ചാനൽ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ തലയ്ക്ക് വെളിവില്ലാത്ത ഇവൻ സ്വാമിയാണ്. ഇവൻ എവിടുത്തെ സ്വാമി? ആസാമിയാണ്. ഇവന് ബോധവും പൊക്കണമൊന്നുമില്ലാത്ത ഇവൻ വെറും ഒരു വേട്ടാവിളിയനാണ്. അവൻ സ്വാമി എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. പ്രിന്റോ മഹാദേവൻ, അവൻ പ്രിന്റോ അല്ല, പ്രിന്റ്. ഇനി പ്രിന്റ് ആക്കിക്കോളും. ഇപ്പൊ കോൺഗ്രസ് നിയമ നടപടിക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് വരെ എത്തിയിരിക്കുന്നു. നമസ്കാരം, നിലപാടിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കണം. BJP-യിൽ രാഹുൽ ഗാന്ധിയോട് ഒരുപാട് എതിർപ്പുള്ള ആയിരക്കണക്കിന് നേതാക്കൾ ഉണ്ടാവും. പക്ഷേ അവരാരും പറയാത്ത, അവരാരും പ്രതീക്ഷിക്കാത്ത, ഇനി അവരുടെ മൗന അനുവാദത്തോട് കൂടിയിട്ടാണോ ഇദ്ദേഹത്തെ ഈ ചാനൽ ചർച്ചയിലേക്ക് പറഞ്ഞയച്ചത്? ഇന്നേ വരെ ഇയാൾ വന്നിരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. ഇയാൾ ഇത് എവിടെ നിന്ന് വന്നതെന്ന് അറിയാൻ വയ്യല്ലോ. പ്രതികരണങ്ങൾ കൂടി കാണാം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കേണ്ട. അങ്ങനെ എൻസി കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി അപ്പോൾ സർക്കാരിനെതിരെ വന്നാൽ, ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയാൽ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലും എന്ന ഒരു തരത്തിലുള്ള ഭീഷണി പ്രസംഗമാണ്, അല്ലെങ്കിൽ ഭീഷണി സന്ദേശമാണ് പ്രിന്റു മഹാദേവ് ആ ചർച്ചയിൽ നൽകുന്നത്. അപ്പോൾ അതാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടുന്നത്. മോനെ, എന്തായിരുന്നു താങ്കളുടെ വിഷയം? താങ്കൾ ഈ ലഡാക്കിൽ നടന്ന വിഷയം അത് രാഹുൽ ഗാന്ധിയാണ് അതിനെ പ്രശ്നമുണ്ടാക്കിയതെന്ന് താങ്കൾക്ക് എങ്ങനെയാണ്, എവിടെ നിന്നാണ് അറിവ് കിട്ടിയത്? വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണോ? അതോ താങ്കളുടെ നേതാക്കന്മാർ പറഞ്ഞ് പഠിപ്പിച്ച് തന്നതാണോ? അതോ താങ്കൾ നേരിട്ട് പോയി നേരിട്ടുള്ള അനുഭവം കൊണ്ടാണോ താങ്കൾ ഈ വാക്കുകൾ ഉപയോഗിച്ചത്? ഇനി എന്ത് തന്നെ ആവട്ടെ, എങ്കിലും ഒരു രാജ്യത്തിന്റെ ഒരു നിയമസഭയുടെ ഒരു വ്യക്തിയായിരുന്നാൽ പോലും, ഒരു നിയമസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നാൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരേ കാറ്റഗറിയിൽ പെടുന്നവരാണ്, തുല്യരാണ്. അവരെ എങ്ങനെയാണ് നിങ്ങൾ ഈ രീതിയിൽ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നത്? ഇത് പ്രതിഷേധമാണ്, ഇത് കൊലവിളിയല്ലേ? അപ്പോൾ ഇനി കുഞ്ഞൊരു കാര്യം ചെയ്യണം. ഇനി മാന്യമായ രീതിയിൽ അകത്തിരുന്ന് നല്ല ഗോതമ്പുണ്ടൊക്കെ തിന്ന്
സന്തോഷമായിട്ട് വരുന്നതായിരിക്കും താങ്കളുടെ ഏറ്റവും വലിയ ഉത്തമമായ ഇത്. അല്ലാതെ ഇവനെ പോലുള്ളവനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഈ ചാനൽ ചർച്ചയിൽ ഇരുത്തി ഈ രീതിയിൽ പിന്നെ പ്രതികരണം കേൾക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ അത്തരത്തിലൊരു പ്രതികരണം ഇല്ലായിരിക്കുന്നതല്ലേ. അതെന്താണ് പിന്നെ അത്രയും വൈരാഗ്യം ഉണ്ടായിരുന്നുവെങ്കിൽ BJP-യുടെ മുതിർന്ന നേതാക്കൾ വന്നിരുന്ന് പറയാത്തത് എന്താണ്? ഇവനെ പോലെ ഒരു ബോധവും കൊക്കണവും ഇല്ലാത്ത വെളിവില്ലാത്ത ഇയാളെ കൊണ്ടുവന്നിരുത്തി ഈ രീതിയിൽ പറയിപ്പിച്ചത്. കുഞ്ഞ് എന്താലോചിച്ചിട്ടാണെന്തോ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ നിറയൊഴിക്കുമെന്ന് പറഞ്ഞത്? തമാശ കളിയാണോ? അത് പിന്നെ ഓർമ്മക്കുറവ് വല്ലതും ഉണ്ടോ? അതോ സ്വപ്നത്തിൽ വല്ലതും പറഞ്ഞതാണോ? അതുമല്ലെങ്കിൽ ഇനി ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്ക് ഞാനെന്താ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിവെക്കുകയാണെന്ന് കണ്ട് അത് ഉറക്കത്തിൽ ഉണർന്നിരുന്ന് പറഞ്ഞതാണോ? അങ്ങനെ വല്ലതും തന്നെ. അവതാരക ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. ന്യൂസ് 18-ലെ അവതാരക ശ്രീമതി രേണുക മാഡം ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഇത് ഒരിക്കലും ദോഷമല്ല, ഇത് തെറ്റാണ്. നിങ്ങൾ വളരെ ഗുരുതരമായ ആരോപണമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങൾ പിൻവലിക്കാൻ തയ്യാറാണോ? പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രിന്റ് മഹാദേവൻ പറയുന്നു. ആ പേരിന്റെ മഹിമ തന്നെ കളഞ്ഞല്ലോ. ഇയാൾക്കൊക്കെ ആരാണെന്തോ മഹാദേവൻ എന്ന് പേരിട്ടത്? ആ പേരിന് തന്നെ കളങ്കം വരുത്തുന്ന തരത്തിൽ ഒരു പ്രിന്റ് മഹാദേവൻ പറയുന്നു ഞാൻ പിൻവലിക്കില്ല. ഇദ്ദേഹം കരുതിയത് എന്തെന്ന് വെച്ചാൽ പിന്നെ ഇത് ഇങ്ങനെ സാധാരണ ചർച്ചയിലെല്ലാം നടന്നു പോകുന്നത് പോലെ നടന്നു പോവും, അതുകൊണ്ട് വിഷയമില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോ രാജ്യത്ത് കക്ഷികളുടെ നിലനിൽപ്പ്. അതായത് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും എന്ന് പറഞ്ഞതുപോലെയാണ്. ഓരോരുത്തരും ഓരോരോ സ്ഥലങ്ങളിൽ പറഞ്ഞയക്കുന്നു, അവര് പോയി ഓരോരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു. കണ്ടില്ലേ, ദുൽഖറിന്റെ വണ്ടി പിടിച്ച് അതിന്റെ ഉദ്യോഗസ്ഥനെ തിരക്കി ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം വലിയ രാജഭക്തൻ റാമ്പിലൊക്കെ നിന്ന് ഭയങ്കര മോഡലൊക്കെ കാണിച്ച് ഭയങ്കര സീനൊക്കെ കാണിച്ച് അതിനൊന്നും വലിയ ലൈക്കും ഷെയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ കണ്ടവനെയൊക്കെ ചീത്ത പറയാനായിട്ട് ഉദ്യോഗസ്ഥൻ നടക്കുന്നു. അതുപോലെ ഇപ്പോ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇയാൾ എന്തുദ്ദേശിച്ചുകൊണ്ടാണെന്തോ ഈ വാക്കുകൾ ഉപയോഗിച്ചത്? ഇയാൾ ആരാ? താൻ ആരാവാ? പ്രിന്റോ മഹാദേവൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഒരു നേതാവാണോ? ഒരു കണ്ണാടിയും വെച്ച് കുറെ താടിയും വളർത്തി വന്നിരുന്ന് വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നത് പോലെ വളർന്നു വന്ന സംസ്കാരവും പാരമ്പര്യവും അല്ലെങ്കിൽ ഏത് തരത്തിലെടുത്താലും ഈ രാഹുൽ ഗാന്ധിയുടെ 7 അയലോകത്ത് പോട്ട് 50,000 അയലോകത്ത് പോലും താങ്കൾക്ക് എത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള താങ്കൾ ഏത് അർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് നിറയൊഴിക്കുമെന്ന് പറഞ്ഞാൽ തനിക്ക് ഏത് അർത്ഥത്തിൽ ആരാണ് താങ്കളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ? താങ്കൾക്ക് ആരാണ് ഇതിന് അനുവാദം തന്നത്? ഇന്ത്യയിലെ ഒരു നേതാവും അങ്ങനെ ഇന്നേവരെ പറഞ്ഞിട്ടില്ല. ഒരുപാട് നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഇന്നും ഒരു മന്ത്രി പറയുകയാണ് പരസ്യമായി കിസ് വയ്ക്കാൻ പാടില്ല പോലും. സ്വന്തം പെങ്ങളാണ്. എന്താ പ്രശ്നം? അത് പാശ്ചാത്യ സംസ്കാരമാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും റൂമിനകത്ത് അവിടെ ഇവിടെയൊക്കെ അവന് ഇഷ്ടമുള്ളതൊക്കെ എല്ലാവർക്കും ചെയ്യാം അല്ലേ? സ്വന്തം പെങ്ങള്, കൂടപ്പറപ്പ്, മറ്റൊരു ഉദ്ദേശം കൊണ്ട് കാണുന്നവന് മഞ്ഞപ്പിത്തവൻ പിടിച്ചവന്റെ കണ്ണിൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നും. അപ്പോ ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, താങ്കളുടെ ഈ മാപ്പെഴുതി കൊടുത്ത പാരമ്പര്യമല്ല രാഹുൽ ഗാന്ധിയുടേത്. ഈ രാജ്യത്തിനു വേണ്ടി പൊരുതി പോരാടിയ ഒരു മഹത് വ്യക്തിയുടെ ചെറുമകനാണ് അദ്ദേഹം. മനസ്സിലായ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം താങ്കൾക്കറിയാമോ? അവരെല്ലാം ഈ രാജ്യത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാമോ? താങ്കൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരെ പോലുള്ളവർ നേടിയെടുത്തതാണ്. താങ്കളോ താങ്കളുടെ പാർട്ടിയോ അല്ല. മനസ്സിലായില്ലേ? താങ്കളോ താങ്കളുടെ പാർട്ടിയോ അല്ല. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിനു വേണ്ടി പൊരുതി മരിച്ച പല നേതാക്കന്മാരുടെ ആത്മാവ് നിലനിർത്തിക്കൊണ്ടാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. താങ്കൾ ഇന്ന് വന്നിരുന്ന് ഈ പറയുന്ന സ്വാതന്ത്ര്യം അന്ന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് പറയില്ലായിരുന്നു. കാരണം ആ ഒറ്റ വാക്കോടുകൂടി ബ്രിട്ടീഷ് ഭരണോ രാജഭരണോ ആയിരുന്നെങ്കിൽ താങ്കൾ ഇന്ന് അകത്താണ്. മനസ്സിലായില്ലേ? അപ്പോ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കണം. താങ്കൾക്ക് ജാമ്യം പോലും കിട്ടാൻ പാടില്ല. ഒരു സാധാരണ മനുഷ്യനെ കൊല ചെയ്യും എന്ന് ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയാൽ ഈ രാജ്യത്തെ നിലവിലുള്ള നിയമവ്യവസ്ഥ എന്താണെന്ന് താങ്കൾക്കറിയാമല്ലോ.
മാപ്പ് പറഞ്ഞാൽ പോലും ഇദ്ദേഹത്തിനെ വിടാൻ പാടില്ല. കാരണം ഇത്തരത്തിൽ ഇനി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കുമോ? അങ്ങനെ പറയാമോ? പറയാൻ പാടുണ്ടോ? പാടില്ല. നമുക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസമാരെ മറ്റൊരാൾ കേൾക്കുമ്പോൾ അത് അരോത്സാഹപ്പെടുത്താത്ത രീതിയിൽ വേണം നാം പ്രതികരണങ്ങൾ നടത്താൻ. ഇത്തരത്തിൽ ഇത്തരമുള്ള ഇതുപോലുള്ള വേട്ടാവളിയന്മാരെ ഇനിയെങ്കിലും നിങ്ങൾ ചാനൽ ചർച്ചകളിൽ വിളിക്കരുത്. ഇതുപോലുള്ള വേട്ടാവളിയന്മാരെ ചാനൽ ചർച്ചകളിൽ വിളിക്കരുത്. ഇവന് തലയ്ക്ക് സുഖമില്ല, ഇവന് തലയ്ക്ക് ബോധമേ ഇല്ല. ബോധമുള്ള ഒരു മനുഷ്യനും ഈ രീതിയിൽ പറയില്ല. കാരണം ഇനി വേറൊരു കാര്യം ആലോചിക്കാനുള്ളത്, രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ അഴിമതിയും അക്രമവും സർവ്വതും ഇപ്പൊ വോട്ട് കൊള്ള എന്ന് പറയുന്ന അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അത് സർവ്വതും ദിനം പ്രതി അദ്ദേഹം പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇതൊന്നും കേട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് മൗനാനുവാദം കൊടുത്ത് പുറത്തു വിട്ടതാണോ? ഇയാൾ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ നമ്മൾ കേൾക്കേണ്ടതാണ്. തീർച്ചയായും ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ആരും ഒരു രാജ്യത്തിന്റെ ഒരു നേതാവിനെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല. ആ ചാനൽ ചർച്ചയിലെ ചർച്ചകൾ കേട്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വിഷയവുമായി വരാം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ പിന്മുറക്കാരാണ് ഇവർ. അവർ ആ ആശയം താഴെ വെച്ചിട്ടില്ല എന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. അത് ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. അവരെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ വകവരുത്താനുള്ള അവരുടെ ആഗ്രഹം അത് ഉള്ളിൽ കിടക്കുന്നു. അതാണ് ഈ രീതിയിൽ പുറത്തു വരുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ, ഭരണഘടനയ്ക്കെതിരെ ഒക്കെ എടുത്തിട്ടുള്ള അതിനെയൊക്കെ മറികടന്ന് നടത്തിയിട്ടുള്ള ഈ ഭീഷണി പ്രസംഗം, അതിനെതിരെ അതായത് ഗോഡ്സെയുടെ പിന്തുടർച്ചക്കാരാണ് അവര്. മാധ്യമങ്ങളിൽ ഇരുന്ന് ഭയപ്പെടുത്തുകയാണ്. ആരോടും മുന്നിൽ കീഴടങ്ങാത്ത, വർഗീയതയ്ക്കെതിരായി, ഫാസിസത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ദേഹത്തൊരു മണ്ണ് വാരിയിടാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ല. ഇവരുടെയൊക്കെ ആഗ്രഹമാണ് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കണമെന്ന്. ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. തന്റെ പിതൃമാതാവിന്റെയും പിതാവിന്റെയും ഇവര് കൊന്ന ആ ശവശരീരം കണ്ട് വളർന്നു വന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഒരു വാക്കുകൊണ്ടും ഭയപ്പെടുത്താൻ പറ്റില്ല. ഈ ഗവൺമെന്റ് അടിയന്തരമായി അങ്ങനെ ഭീഷണിപ്പെടുത്തിയ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയന്ത് തറയ്ക്കുമെന്ന് പറഞ്ഞ ആൾക്കെതിരായി ഒരു നടപടിയും കേരളത്തിലെ പോലീസ് എടുത്തിട്ടില്ല എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന